പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു കടയ്ക്ക് മിഠായി വാങ്ങാൻ പോവാണ്. മഴക്കല്ല, അപ്പോൾ ഞാൻ എൻ്റെ പുതിയ കട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ പോകുന്ന വഴിയും തോടും പച്ച വെച്ച പാടമൊക്കെ കാണിച്ചു തരട്ടോ. മഴ പെയ്ത് ഞങ്ങൾ പറമ്പ് നിറച്ച് വെള്ളമായിട്ട് അവരെല്ലാരും കൂടി ഇവിടെ പുല്ലൊക്കെ വെട്ടി ഇവിടെ ആട്ടോ. അവരെല്ലാരും കൂടി പാപ്പന്മാരും അമ്മമാരും എൻ്റെ അച്ഛയും ഒക്കെ അവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. പിന്നെ ഇതാ ഓരോ വീട്ടിൽ പോണ വഴിയൊക്കെ നിറച്ച് വെള്ളമായി കേട്ടോ. ഇതിന് കേട്ടോ ഗൈസ് നമ്മൾ ഓണപ്പൂന്ന് പറയാം. ഓണം വരണേയില്ല, അതാണ് ഇതൊക്കെ വീഴുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആദ്യം കുറച്ച് വെള്ളം ഉള്ളതിന് മഴ മിക്കാനും വെള്ളപ്പൊക്കത്തിന് സാധ്യത ഉണ്ടാവുന്ന ആ വീടിന്റെ ഒക്കെ അപ്പുറത്ത് ഒരു പാടാണ് ഗൈസ്. ഇതൊക്കെ ഈ വെള്ളത്തിന്റെ കടന്റെ ആ റെയിൻബോ കളർ ഇലകളൊക്കെ കരിഞ്ഞ് വാടി ഈ മഴയായി. ഇടയ്ക്ക് എന്നും ഒരു സന്ധ്യയൊക്കെ ആകുമ്പോൾ വന്ന് അവിടെ കോട്ടി കളിക്കാറുണ്ട് കേട്ടോ. ഓരടിക്കണ കോട്ടി ഓരടിക്കുന്ന ഒരു നേരെ ഒരു കോട്ടിക്ക് അടിക്കുകയാണെങ്കിൽ ആ കോട്ടി പൊട്ടി അത്ര സ്പീഡിലാണ് ഓരടിക്കണത്. ഞാനൊരു ദിവസം പോയിക്കണേ, എന്ത് കൊതുകായിരുന്നു ഉദ്ദേശമാണ്. രണ്ട് സൈഡിൽ നല്ല പച്ച പിടിച്ച് മരങ്ങൾ. എന്ത് രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. അതാട്ടോ പാടം. ഞങ്ങളുടെ വഴിയാട്ടോ. ഞാനിതിലൂടെ എന്നും സ്കൂളിൽ പോകും. ഇത് രൂമ്പി തിന്നണ മാങ്ങയാണ്. അതിൻ്റെ അടിയിൽ രാവിലെ പുലർച്ചെ 5 മണിക്കൊക്കെ പോയി നോക്കിയാലേ കുറേ രൂമ്പി തിന്നണ മാങ്ങ. നാളെ ദിവസം ഞാനും എൻ്റെ മേമയും എൻ്റെ പാപ്പനും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി വന്നപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഞാനും എൻ്റെ പാപ്പനും കൂടി അതിൻ്റെ അടി പോയപ്പോൾ ഞങ്ങൾക്ക് 6 രൂമ്പി തിന്നണ മാങ്ങ കിട്ടി. അതും വൈകുന്നേരം പച്ച വിരിച്ച് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ തോട്ടിൽ ഒഴുക്കൊക്കെ ഉണ്ടാവുമ്പോൾ ഞാനും എൻ്റെ ചേച്ചി എല്ലാവരും കൂടി വന്നിട്ട് ഒരു കളി കളിക്കുന്നതാണ്. രണ്ടാളും ഒരു ഇല എടുക്കും. എന്നിട്ട് ആ ഒരു ഇല അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ആ ഇലയാണ് ഫസ്റ്റ് ഇപ്പത്തെ സൈഡിൽ ഒഴുകി ഒഴിക്കുന്നത് ഒരു ചേച്ചി. അതാണ് ഞങ്ങൾ ഇന്നിങ്ങനെ വന്നിട്ട് ഒഴുക്കൊക്കെ നോക്കും. ഇത് അച്ഛയുടെ 2 ഇല എടുത്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇതാണ് പാടം. എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ, നല്ല പച്ചപ്പ്. ഞങ്ങൾ നാളെ ദിവസം അവിടെ ഒരു വോളിബോൾ കളിക്കുന്ന സ്ഥലം കിട്ടുമായിരുന്നു. ഭഗന്മാരൊക്കെ അവിടെ അല്ലേ നിറച്ചും വെള്ളമായി മഴ പെയ്തിട്ട്. എന്നിട്ട് ഞാനും എൻ്റെ അച്ഛനും കൂടി ഒരു 2-3 ദിവസം അവിടെ പോയി ചൂണ്ടിട്ടപ്പോൾ കുഞ്ഞു നല്ല ടേസ്റ്റ് ഉള്ളതിലാക്കി. ഗൈസ് നടുവില് റോഡിന്റെ ഇപ്പുറത്ത് പാടം, ഇപ്പുറത്ത് തോട്, അതിന്റെ തോടിന്റെ അപ്പുറത്ത് വീണ്ടും പാടം. എന്ത് രസമല്ലേ ഇവിടൊക്കെ കാണാൻ. മഴ ഒന്നുമില്ല, മഴ കിട്ടിട്ട് വെള്ളം ഇത് കണ്ട. ഗൈസ് എൻ്റെ അച്ഛമ്മ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ പറയാണ് പോലെ
വെച്ചാൽ നല്ല അടിപൊളി ചുഴലിക്കാറ്റ് പോലത്തെ കാറ്റ്. എനിക്കെന്താ സംഭവം മനസ്സിലായില്ല. നല്ല കാറ്റ്, നല്ല കാറ്റ്. അപ്പം ഞാൻ ഉറങ്ങിയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മേലേക്ക് പോയി കേട്ടോ, റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേലെ പോയപ്പോഴേ അവിടെ ഒരു ചെറിയ ഞാൻ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞി കാറുണ്ടായിരുന്നു. ആ കാറായിരുന്നു വെള്ളം അടിക്കാതെ എത്തിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ലുണ്ടായിരുന്നു. അവിടെ ഒരു ഷീറ്റ് വെച്ചിട്ട് ആ കാർ അതിൻ്റെ മേലേക്ക് വെച്ചു. പക്ഷെ ചുഴലിക്കാറ്റ് അങ്ങോട്ട് അടിച്ചാൽ കാർ നിലത്തേക്ക് വീണ് അവിടെ ചുറ്റോട്ട് നിറച്ചും വെള്ളമായി. ഞങ്ങൾ ഇടയ്ക്ക് മഴയൊന്നും ഇല്ലാതെ ഉണങ്ങിയൊക്കെ നിൽക്കുമ്പോഴേതാ അവിടെ പോയി ഇരിക്കാറുണ്ട്. ചെറുതായിട്ട് ആ മരത്തിൻ്റെ മേലേക്കൊക്കെ കയറി ഇരിക്കാറുണ്ടായിരുന്നു മഴയ്ക്ക് മുന്നേ. നല്ല രസമായിരുന്നു അന്നൊക്കെ. വേനൽക്കാലം ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരും. എന്നിട്ട് കുറച്ച് കാര്യം കഴിയുമ്പോൾ വലിയ മഴയിലേക്ക് താമസിച്ചിട്ട് പോയി ഞങ്ങൾ വേഗം വീട്ടിൽ പോകും. ചൂണ്ടിട്ടോ നിന്ന് നാളെ വെച്ച് ഞങ്ങൾ അവിടെ ഈ ഒരു തോട്ടിലിട്ടിട്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു മീനിനെ പോയി കിട്ടില്ല. കയ്യിലൊരു കത്തി വെച്ചാൽ എന്തൊക്കെയോ വെട്ടിക്കുറച്ച് നേരത്തെ വരുന്ന വഴിക്കുമ്പോൾ ഒരു കമ്പിങ്ങനെ വെട്ടി നിൽക്കും. എന്തിനാ കത്തി? വേനൽക്കാലമായിരുന്നപ്പോഴാ ഈ പാടത്ത് കൊഴിവേൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇതൊക്കെ വെച്ചു. ഞാനും എൻ്റെ ഏട്ടനും കൂടി നല്ല ആ സൈഡിൽ കൂടെ അവിടേക്ക്, അപ്പോൾ ആ പാടത്തൊന്നും തീരെ വെള്ളമില്ലായിരുന്നു. ആ സൈഡിൽ കൂടെ നല്ല പോയി അവിടെ ആ പുല്ലിനോട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ആ പാടത്ത് ഇറങ്ങിയിട്ട് നല്ല സുഖം കേട്ടോ. ഇറങ്ങി അവിടെ കുറേ വൈക്കോലൊക്കെ ഉണ്ട്. വൈക്കോല റോളൊക്കെ വെച്ചാൽ അതിൻ്റെ ഏട്ടൻ നേരത്തെ വെച്ചിട്ടുണ്ട് അതിന് ചെണ്ട കൊട്ടിയത്. എന്ത് എവിടെ കണ്ടാലും ചെണ്ട കൊട്ടണം അവരങ്ങോട്ട് കൊട്ടി. നിങ്ങൾ അവിടെ കുറച്ച് ഏട്ടന്മാരൊക്കെ കണ്ടോ? അവരൊക്കെ ചൂണ്ടലാണ്. അവിടേക്കൊക്കെ നോക്ക് കുറേ തെങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ കാണുന്ന കാറ്റ്. നല്ല രസമായിട്ടാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരുന്ന് കാറ്റ് വളരെ നല്ല സുഖം കേട്ടോ. ഈ വൈകുന്നേരത്തെ ഇവിടുത്തെ കാറ്റ് കണ്ടാൽ നമ്മൾ ഉറങ്ങി പോകും. അങ്ങനത്തെ നല്ല സുഖമുള്ള കാറ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.